ഹലോ, വെൽക്കം ടു പ്രഗ്നൻസി ടിപ്സ്. നിങ്ങളെല്ലാവരും PVയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, അതായത് പെർ വജൈനൽ എക്സാമിനേഷൻ. ഗർഭിണിയായിരിക്കും എല്ലാവർക്കും ഡോക്ടേഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് PV എന്ന് പറയുന്നത്. PV ചെയ്യുമ്പോൾ വേദന എടുക്കുമോ? ഗർഭകാലത്ത് PV എല്ലാവർക്കും ചെയ്യുന്ന ഒന്നാണോ? അത് നിർബന്ധമാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് അത് ചെയ്യുക? എന്തിനാണ് അത് ചെയ്യുന്നത്? എന്നിങ്ങനെ PVയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗർഭിണിയായിരിക്കും എല്ലാവരും PV എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒന്നും അറിയാത്ത PVയെ കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ PV എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഉള്ളു പരിശോധനയാണ്. ഇത് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെക്കപ്പിന് പോകുന്ന ടൈമിൽ, അതായത് PV ചെയ്യാൻ ടൈം ആയിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സാണ് ഇത് ചെയ്യുക. ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ ഗ്ലൗ ഇട്ടിട്ട് ഈ ഗ്ലൗ ഇട്ട ഫിംഗേഴ്സിൽ അവർ ലൂബ്രിക്കൻ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ മലർത്തി കെടുത്തിയിട്ട് നമ്മുടെ കാല് രണ്ടും ഇടർത്തി വെച്ചിട്ട് അവർ ഫിംഗേഴ്സ് നമ്മുടെ വെജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇങ്ങനെ ഡോക്ടേഴ്സ് അതിനുള്ളിൽ എക്സാമിൻ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ PV എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയാനുള്ളത്, PV ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഒരുപാട് പേര് പറഞ്ഞു കേട്ടുള്ള ഒരു കാര്യമാണ്, PV ചെയ്യുമ്പോൾ അൺസൈക്കബിൾ ആണ്, തീരെ സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പെയിനാണ്, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇറിറ്റേഷൻ ആണ് എന്നുള്ളതൊക്കെ. അപ്പോൾ PV ചെയ്യുമ്പോൾ എല്ലാവർക്കും പെയിൻ ഉണ്ടാവുമോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും എല്ലാ ടൈമിലും പെയിൻ ഉണ്ടാവണമെന്നില്ല. PV ചെയ്യുന്നത് ഓരോ സന്ദർഭം അനുസരിച്ചാണ്. അതായത് നമ്മൾ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ടൈമിൽ PV ചെയ്യാറുണ്ട് ചിലവർക്ക്. അതെന്തിനാണെന്നുള്ളത് നമുക്ക് പതിയെ പറയാം. ചിലവർക്ക് ഒരു 36 വീക്കിന് ശേഷമൊക്കെയാണ് PV ചെയ്യാറുള്ളൂ. എന്നാൽ ചിലവർക്ക് ഇടയ്ക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഡോക്ടേഴ്സ് അപ്പോഴും ചെയ്യാറുണ്ട്. എന്നാൽ ഇതിൽ ഓരോ ടൈമിൽ PV ചെയ്യുന്നതിനും ഓരോ കാരണങ്ങളാണുള്ളത്. നിങ്ങളെല്ലാവരും ആദ്യം തന്നെ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, PV ചെയ്യുന്നത് ഒരിക്കലും പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. എന്നാൽ ചിലവർക്ക് പെയിൻ അനുഭവപ്പെടുന്നതിന് ചില റീസൺസ് ഒക്കെ ഉണ്ട്. ഡോക്ടേഴ്സ് PV ചെയ്യുന്നതിന് മുമ്പ് ഫിംഗേഴ്സിൽ ലൂബ്രിക്കൻ ചെയ്യുന്നത് തന്നെ നമുക്ക് വേദന കുറയാൻ വേണ്ടിയിട്ടാണ്. അവർ ചെയ്യുന്ന പോലെ തന്നെ PV ചെയ്യുന്ന ടൈമിൽ ഗർഭിണികളും അതിനനുസരിച്ച് നിന്നാൽ മാത്രമേ PV ചെയ്യുമ്പോൾ പെയിൻ കുറയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ PV ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എല്ലാ ഗർഭിണികളും അറിഞ്ഞിരിക്കണം എന്താണ് PV എന്നുള്ളത്, അതുപോലെ PV എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്, നമ്മൾ എങ്ങനെയാണ് അതിന് കെടുന്നു കൊടുക്കേണ്ടത്, ഡോക്ടേഴ്സിൻ്റെ മുന്നിൽ കെടുക്കേണ്ടത്, എങ്ങനെ നമ്മൾ റിലാക്സ് ചെയ്യണം, നമ്മുടെ മസിൽസൊക്കെ എങ്ങനെ പിടിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നും അറിയാണ്ട് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് പെയിൻ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ PV ചെയ്യുമ്പോൾ പെയിൻ അല്ല ഉണ്ടാകുന്നത്, നമുക്കൊരു ഇറിറ്റേഷൻ ആണ് ഉണ്ടാവുന്നത്. മറ്റൊരാളുടെ ഫിംഗേഴ്സ് വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഇറിറ്റേഷൻ, അതാണ് അവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ഡിസ്കംഫർട്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇല്ലാണ്ടാക്കാൻ നമ്മൾ ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ മുന്നിൽ ഇതിനു വേണ്ടി റെഡി ആയിരിക്കുമ്പോൾ മൈൻഡൊക്കെ റിലാക്സ് ആയിട്ടിരിക്കുക, കാമായിട്ടിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മസിൽസ് ഒക്കെ റിലാക്സ് ആയിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ബലം പിടിക്കുക അല്ലെങ്കിൽ മസിൽ പിടിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്രസിൻ്റെ പെൽവിക് മസിൽസ് ഒക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ ഡോക്ടേഴ്സിനും ഫിംഗേഴ്സ് ഇൻസേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കും അത് ഒരുപാട് പെയിൻഫുള്ളായിട്ട് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രീ ആയിട്ട് നമ്മുടെ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് കൂളായിട്ട് അതിന് കാമായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ച് ബലം പിടിക്കാണ്ട് നമ്മൾ മസിൽസ് ഒക്കെ ഫ്രീ ആയിട്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഡോക്ടേഴ്സിനും കംഫർട്ടബിൾ ആയിരിക്കും ചെയ്യാൻ, അതുപോലെ നമുക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ എല്ലാവർക്കും PV പെയിൻഫുൾ ആയിട്ട് തോന്നുന്ന ഒരു ടൈം ഉണ്ട്. അത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ലാസ്റ്റ് ഡെലിവറിയുടെ പെയിനൊക്കെ വന്നതിന് ശേഷം നമ്മൾ അഡ്മിറ്റ് ആവുമല്ലോ, ആ ലേബർ പെയിൻ വന്നിരിക്കുന്ന ടൈമിൽ ഡോക്ടേഴ്സ് ഇടയ്ക്കിടയ്ക്ക് PV ചെയ്യും, നമ്മുടെ സർവീസ് ഡയലേറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ ടൈമിൽ കുഞ്ഞിൻ്റെ പ്രഷറും അതുപോലെ നമ്മൾ ലേബർ പെയിനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അടിവയറ്റിലും അതുപോലെ പെൽവിക് ഏരിയയിലൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും, ഓൾറെഡി ഭയങ്കര പെയിൻ ആയിരിക്കും. ഈ ടൈമിൽ നമ്മുടെ ഡോക്ടേഴ്സ് PVയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ആ പെയിൻ കൂടുതലായിട്ട് തോന്നും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ നമുക്ക് PV ചെയ്യുന്നത് ഭയങ്കര അൺസൈക്കബിൾ ആയിരിക്കും, അല്ലെങ്കിൽ പെയിൻഫുൾ ആയിരിക്കും. ഇതാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യം. ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടുകൂടിയാണ് നമുക്ക് ആ ടൈമിൽ ഇത്രയും പെയിൻ ഉണ്ടാവുന്നത്. അതിന് മുന്നേ ഉള്ള PVകളൊക്കെ നമുക്ക് ഇത്രയും പെയിൻഫുൾ അല്ല, തീരെ പെയിൻഫുൾ അല്ല. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സിനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കത് ചെറിയ ഇറിറ്റേഷനും പെയിൻഫുള്ളും ഒക്കെ തോന്നിയേക്കാമെന്ന് മാത്രം. ഇനി നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് PV ചെയ്യുന്നത് എന്ന് നോക്കാം. PV ചെയ്യുന്നത് പല റീസൺസ് കൊണ്ടാണ്. അത് ഓരോ ഡോക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എത്ര തവണ എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ളത് അവർ തീരുമാനിക്കുന്നുണ്ട്. നോർമലി PV ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അത് നോർമൽ ഡെലിവറി സാധ്യമാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് പെൽവിക് ബോൺസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എത്രത്തോളം ഉണ്ട്, കുഞ്ഞിന് തല ഇറങ്ങി വരാനുള്ള അത്രയും ഗ്യാപ്പ് അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ സ്പേസ് ഉണ്ടോ, അതുകൊണ്ട് തന്നെ നോർമൽ ഡെലിവറിക്കുള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ചിലവർക്ക് ഈ പെൽവിക് ബോണിൻ്റെ ഇടയിലുള്ള സ്പേസ് വളരെ കുറവായിരിക്കും, അതുപോലെ ബോണ് ഭയങ്കര കട്ടിയായിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് നോർമൽ ഡെലിവറി പറ്റില്ല, C-സെക്ഷൻ വേണമെന്നായിരിക്കും ഡോക്ടേഴ്സ് പറയുക. അപ്പോൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് PV ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ചില ഡോക്ടേഴ്സ് ഫസ്റ്റ് ഘട്ടത്തിൽ, അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആയി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ആദ്യം തന്നെ PV ചെയ്യാറുണ്ട്.
ഇങ്ങനെ ഏർലി പ്രഗ്നൻസി സ്റ്റേജിൽ PV ചെയ്യുന്നതിന് മറ്റു ചില കാരണങ്ങളാണുള്ളത്. അതായത് മിസ്കാരേജിനുള്ള ചാൻസ് ഉണ്ടോ, അതുപോലെ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ, പിന്നെ പെൽവിസ് അല്ലെങ്കിൽ സെർവിക്സ് ഇവയുടെ ഒക്കെ സൈസ് അറിയാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ആ ടൈമിൽ ഡോക്ടേഴ്സ് PV ചെയ്യുന്നത്. എന്നാൽ ഡെലിവറിയോടനുബന്ധിച്ച് PV ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ തല എത്രത്തോളം ഇറങ്ങി വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും, അതുപോലെ സെർവിക്സ് എത്രത്തോളം ഡയലേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, അതായത് 1 ഫിംഗർ ഡയലേഷൻ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ 2 ഫിംഗർ നടന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇത് ലാസ്റ്റ് ടൈമിൽ ലേബറിൻ്റെ ടൈമിൽ ഫിംഗേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത് അളക്കുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് ഇങ്ങനെ ഫിംഗേഴ്സ് വെച്ചിട്ട് ഇത് മെഷർ ചെയ്തിട്ടാണ് പറയുന്നത് എത്രത്തോളം ഡയലേറ്റ് ആയിട്ടുണ്ട്, ഡെലിവറിക്കുള്ള ടൈം ആയോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ആ ടൈമിൽ മെയിനായിട്ട് PV നോക്കുന്നത്. എന്നാൽ ചില കേസിൽ അമ്നോട്ടിക് ഫ്ലൂയിഡ് ബ്രേക്ക് ആവാത്ത കേസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും PV ചെയ്യാറുണ്ട്. അപ്പോൾ എന്തിനെല്ലാം വേണ്ടിയിട്ട് PV ചെയ്യാറുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. ഇനിയുള്ളൊരു സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PV ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. PV ചെയ്ത് കഴിഞ്ഞാൽ ചിലവർക്ക് ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് അല്ലെങ്കിൽ സ്പോട്ടിങ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ഒക്കെ കാണാറുണ്ട്. ചിലവർക്ക് ബ്രൗൺ ഡിസ്ചാർജ് കാണാറുണ്ട്, ചിലവർക്ക് വൈറ്റ് കളറിലുള്ള ഡിസ്ചാർജും കാണാറുണ്ട്. എന്നാൽ ഇത് ചെറിയ രീതിയിൽ മാത്രമായിരിക്കും. കുറച്ച് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചെറിയ രീതിയിലാണ് ഇങ്ങനെ ഡിസ്ചാർജ് വരുന്നത് അല്ലെങ്കിൽ സ്പോട്ടിങ് ബ്ലീഡിങ് ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഒരു ദിവസം, അതായത് അന്ന് നമ്മുടെ PV ചെയ്ത അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ ആയിരിക്കും കാണിക്കുന്നത്. എന്നാൽ ഡെലിവറിയോട് അടുത്ത ടൈമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഡിസ്ചാർജ് ഒക്കെ കാണുകയാണെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ചിലപ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നാൽ നമ്മൾ ഡെലിവറി അടുത്തിരിക്കുന്ന ടൈമിലാണെങ്കിൽ ഞാൻ PV ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലവർക്ക് ഡെലിവറി ലേബർ പെയിൻ പെട്ടെന്ന് തന്നെ വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ PV ചെയ്തിട്ട് ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ചിലവർക്ക് ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ PV എന്തിനാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ടെൻഷൻ ആവേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. PV ഒരിക്കലും ടെൻഷൻ ആവേണ്ട ഒരു കാര്യമല്ല. അത് വെറും 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അത്രയും ചെറിയൊരു ഷോർട്ട് ടേം പ്രോസസ്സാണത്. അതിനുവേണ്ടി ആരും ടെൻഷൻ അടിക്കേണ്ടതില്ല. പിന്നെ PV ചെയ്യുമ്പോൾ ചെറിയ ഇറിറ്റേഷൻ ഉണ്ടായിരിക്കും, വേദന ഡിസ്ചാർജ് ചെറുതായിട്ട് കാണും, അതുപോലെ ചെറിയ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ നോർമലായിട്ടുള്ള കാര്യമാണ്. അതിന് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ PV ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഇറിറ്റേഷനും അതുപോലെ നമുക്ക് ഡെലിവറി അടുക്കാറാവുമ്പോൾ ഉണ്ടാവുന്ന ഓരോ സിംറ്റംസും ഒക്കെ എല്ലാവരും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി വെക്കുക. PV ചെയ്യണത് ആലോചിച്ച് പേടിക്കാണ്ട് മാക്സിമം ടെൻഷനൊക്കെ കുറച്ച് സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കുക. അതുപോലെ മസിൽസൊക്കെ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നോർമൽ ഡെലിവറിയുടെ കേസിലാണ് അധികം ഈ PV ചെയ്യുന്നത്. C-സെക്ഷന് PV അധികം ചെയ്യാറില്ല. അത് ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും തേർഡ് ആണെങ്കിലും എല്ലാ പ്രഗ്നൻസിക്കും നോർമലിൽ നമ്മൾ PV ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് PV ചെയ്യുന്നതിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും അത്യാവശ്യം ഡൗട്ടൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രഗ്നൻസിയുമായിട്ടും PV ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇനിയുള്ള വീഡിയോസും കാണാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്